പോസ്റ്ററുകളിലൊക്കെ മിക്കവാറും കണ്ടിട്ട് റിലീസ് ചെയ്ത പോസ്റ്ററുകളിലൊക്കെ മമ്മൂക്കയും ശ്രീവിനായകനുമാണ് പോസ്റ്ററുകളിൽ മിക്കവാറും നിറഞ്ഞു നിൽക്കുന്നത്. മറ്റുള്ള ആർട്ടിസ്റ്റുകളൊന്നും അങ്ങനെ ഇപ്പോൾ ട്രെയിലറിലായാലും അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് കണ്ടില്ല. അതും അതിൻ്റെ ഒരു സസ്പെൻസ് എലമെന്റ് നഷ്ടമാകും എന്നുള്ളത് കൊണ്ടാണോ? സ്പോയിലർ ആണെങ്കിൽ പറയണ്ട, സ്പോയിലർ ആവാത്ത രീതിയിൽ. അല്ല, അങ്ങനെയല്ല. നമ്മുടെ കാസ്റ്റിംഗ് ഒരുപാട് നമ്മൾ പുറത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ. മമ്മൂക്ക, വിനായകൻ ചേട്ടൻ, ജിബിൻ ഗോപിനാഥ്, ടീച്ചറിൽ നമ്മൾ ജിബിൻ ഗോപിനാഥ് ആർട്ടിസ്റ്റ്, പിന്നെ അദ്ദേഹം, അതുപോലെ അസീസ് നെടുമങ്ങാട്, ഇത്രയാണ് നമ്മൾ ശരിക്കും പുറത്ത് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പ്രൊമോഷനൊക്കെ ആകുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് പയ്യെ ഓരോന്നായിട്ട് നമ്മൾ റിവീൽ ചെയ്യും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇത് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി തീരുമാനിച്ചോ? കാരണം റിലീസ് ഡേറ്റ് ആയി ഓൾറെഡി November 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സമയമില്ല. ഓൾറെഡി പ്രൊമോഷന്റെ കാര്യങ്ങൾ പ്രൊമോഷൻ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ മീറ്റിംഗ്സ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നും ഫൈനലി നമ്മളൊന്നും ചാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇനി അധികം ദിവസം ഇല്ല, 21 ദിവസമേ ഉള്ളൂ. ജിതിൻ സംവിധായകനായിട്ടുള്ള ശ്രീ ജിതിൻ, അദ്ദേഹം സുഹൃത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു അടുത്ത സിനിമ ജിതിൻ കെ ജോസിന്റെ കൂടെ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ടോ? അല്ല ഇനി എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാനുകൾ? എന്ത് ചൂടന്റെ ഫ്യൂച്ചർ? കാരണം ഞങ്ങള് ഓൾറെഡി പാസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു, നമ്മൾ ഫ്യൂച്ചർ. കാരണം പ്രസന്റില് ഞാൻ കളങ്കാവലിനെ പറ്റി ചോദിക്കുന്നതൊക്കെ സ്പോയിലർ ആവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ജനറൽ ആയിട്ട് മാത്രം ചോദിക്കുന്നത്. അല്ല, അതില് ഫ്യൂച്ചർ പ്ലാൻസ് നേരത്തെ ഞാൻ സംസാരിച്ചത് തന്നെയാണ്. ഇപ്പം സ്ക്രിപ്റ്റിംഗിലേക്ക് കൂടുതൽ സീരിയസ്നെസ്സോടുകൂടി അതിനെ സമീപിക്കുക, നല്ല നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളൊരു താല്പര്യം സ്വാഭാവികമായിട്ടും ഉണ്ട്. നിലനിൽക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്ഷനിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട്. പിന്നെ ഞാനും ജിതിനും ഒന്നിലധികം പ്രോജക്റ്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പയ്യെ ഓരോന്നായിട്ടൊക്കെ ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. സ്ക്രിപ്റ്റ് പ്രോസസ്സിംഗിലാണ് എന്ന് പറയാം അല്ലേ? സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞതും ഉണ്ട്, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഉണ്ട്. ആദ്യ സിനിമ മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിയുടെ കൂടെ, രണ്ടാമത്തെ സിനിമ മോഹൻലാലിന്റെ കൂടെയാണെന്ന് എക്സ്പെക്ട് ചെയ്താൽ അത് എക്സ്പെക്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? അല്ല ഇനി എന്തെങ്കിലും അങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ടോ? നമുക്ക് സ്വപ്നം കാണാമല്ലോ. അതെ, അല്ല ഞാൻ അതാ, കാരണം നമ്മള് സിനിമ സ്വപ്നം കണ്ട് നടന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആദ്യത്തെ സിനിമ റിലീസാവുന്ന ആദ്യത്തെ സിനിമ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന ആ സിനിമ റിലീസാവുന്നു, അതിൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, രണ്ടാമത്തെ സിനിമ നമുക്കപ്പോൾ മോഹൻലാലിൻ്റെ കൂടെയാണ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നും പറയാനില്ല. അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ലാലേട്ടനെ വെച്ചും ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മമ്മൂക്കയും മോഹൻലാലും സുരേഷനും ഇവരൊക്കെ നമ്മൾ കണ്ടു വളർന്ന ഒരു ചെറുപ്പകാലം നമുക്കുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അവരിപ്പോഴും ഇൻഡസ്ട്രിയിൽ വളരെ സജീവമാണ്. അവരാണ് ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയെ താങ്ങി നിൽക്കുന്ന പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരെ വെച്ച് സ്വാഭാവികമായിട്ട് ചെയ്യാൻ അതിയായ ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. ആദ്യത്തെ സിനിമയിലേക്ക് ആദ്യം കഥ പറയുന്നതും ശ്രീ പൃഥ്വിരാജിനോടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇനി ഒരു കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിട്ട് പോലും ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് മിസ്സായി. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രൊജക്റ്റ് അദ്ദേഹത്തിനെ സമീപിക്കാനുള്ളൊരു ആരംഭമുണ്ടോ? എന്താണ് അങ്ങനെ അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ളൊരു ഓഫ്കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചർച്ചകളൊന്നും അങ്ങനെ ഒഫീഷ്യലി പറയാറായിട്ടൊന്നും ഇല്ല. പക്ഷെ താല്പര്യമുണ്ട്. അദ്ദേഹത്തിനും കൂടി താല്പര്യമുള്ള സബ്ജക്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം സംഭവിക്കുമായിരിക്കും. അല്ലാതെ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ, ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട്, ഒരു നടനെ കണ്ടുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വർക്ക് അങ്ങനെ നോക്കുന്നുണ്ടോ? കാരണം ഇതിപ്പം എനിക്ക് തോന്നുന്നു എഴുതി തുടങ്ങുമ്പോൾ ഒരു പക്ഷേ മമ്മൂക്കയെ വെച്ചിട്ടായിരിക്കില്ല മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പം മമ്മൂക്ക സംഭവിച്ചു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ശ്രീ പൃഥ്വിരാജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതാൻ ഉദ്ദേശിക്കുന്നതാണോ? അതോ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഓക്കെ ഇത് ലാലേട്ടൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നതാണോ? അതോ എഴുതുമ്പോൾ തന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ ആര് ചെയ്താൽ അങ്ങനെ മനസ്സിൽ വരും? അല്ല, ഇത് ശരിക്കും എഴുതുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വരുന്നതാണ്. ക്യാരക്ടേഴ്സൊക്കെ നമ്മൾക്കൊപ്പം സഞ്ചരിക്കും. അപ്പൊ നമുക്ക് അവർക്കൊരു രൂപവും അവർക്കൊരു ഭാവവും ഒക്കെ കൊടുക്കുമ്പോൾ അവര് നമുക്കറിയാവുന്ന ആൾക്കാർ അവരിലേക്ക് സന്നിവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അല്ലാതെ ഇന്ന ആൾക്ക് വേണ്ടി എഴുതണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഒന്നുമില്ല. ഒരു നല്ലൊരു കഥ എഴുതുക. അപ്പൊ കഥ എഴുതുമ്പോൾ ആ ക്യാരക്ടർ എന്തിനെ ഡിമാൻഡ് ചെയ്യുന്നു, ആര് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് വരുന്നത്. അപ്പൊ അതിപ്പം മമ്മൂക്കയെ ഡിമാൻഡ് ചെയ്തു, മമ്മൂക്ക തന്നെ അതിൽ എത്തിച്ചേർന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. കളങ്കാവില് ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ November 27 റിലീസിന് തയ്യാറെടുക്കുന്ന ഈ ഒരു എൻ്റയർ പ്രോസസ്സ് അത് എങ്ങനെയായിരുന്നു? എത്ര കാലം എടുത്തു ഒരു സ്ക്രിപ്റ്റ് നമുക്ക് തിയേറ്ററിൽ എത്തിച്ച് അതൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ പോവാണ് 27-ാം തീയതി? ഈ എൻ്റയർ പ്രോസസ്സിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ. കളങ്കാവില് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 21 ആയപ്പം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു.
പിന്നെ അതിനുശേഷം അതൊരു ഭയങ്കര ഒരു ലെങ്തി പ്രോസസ്സായിരുന്നു. അപ്പം അതിലേക്ക് മമ്മൂക്ക ജോയിൻ ചെയ്യണം, ആൻഡ്രു ചേട്ടൻ ഓരോ കടമ്പകളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അതിൻ്റെ ഫർണിഷ്ഡ് ഔട്ട്പുട്ട് നമ്മളിപ്പം നവംബർ 27, 2025 നമുക്ക് ഇത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നത്. 4.5 വർഷത്തോളം ആയി കളങ്കാവലിന് പിന്നിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. 4.5 വർഷമായിട്ട്, അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അതെ, ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം. സിനിമ എന്ന് പറയുന്ന ഇതിന്, അതായത് ഒരു സിനിമാക്കാരനാവണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് ഇത്ര വർഷമായി, അതായത് ഏകദേശം അപ്പോൾ എത്ര വർഷമായിട്ട്? ഒരു 15 വർഷത്തോളമായി. 15 വർഷത്തോളം നമ്മൾ സിനിമാക്കാരനാവാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പം ആ സമയത്ത് അനുഭവിച്ച സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അറിയാം. പലപ്പോഴൊക്കെ നമ്മളൊക്കെ, കാരണം ഞാനും ഒരു സിനിമാമോഹിയാണ്, ജിഷ്ണുവിന് വളരെ നന്നായിട്ട് അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ ഞാനത് ഒറ്റപ്പാലത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. ഒറ്റപ്പാലം ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അവിടെയുള്ള ഒരു ലൊക്കേഷൻ മാനേജറും വഴി ഞാൻ മാമാങ്കം എന്നുള്ള സിനിമയിൽ ഒരു സീൻ മാത്രമേ ഉള്ളൂ. അതിൽ മനസ്സിലാവും ഇല്ല ഇതിൽ, കാരണം ക്ലീൻ ഷേവൊക്കെ ചെയ്ത് അതിൽ ആ റോളുകൾ മാമാങ്കം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ. അങ്ങനെയുള്ളൊരു പഴയ കാലഘട്ടത്തിലുള്ള സിനിമ എനിക്ക് കണ്ടാൽ ഞാനാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു സീനായിരുന്നു. അപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ ആദ്യം ഇത് കഴിഞ്ഞത്. പക്ഷേ ഫസ്റ്റ് സിനിമ പോയി കണ്ടിട്ട് ഞാൻ ആ സീൻ മാത്രം ഫോട്ടോ എടുത്തിട്ട് വൈഫിന് അയച്ചു കൊടുത്തു. ആദ്യം വൈഫിനടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ ഒരു ഇതുണ്ട്. എന്നിട്ട് പിന്നീട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതിലുണ്ട്, സീനുണ്ട്. അപ്പം അവരത് എന്താ പറയാ, പിന്നീട് അവർക്ക് കളിയാക്കാൻ കൂടിയുള്ള ഒരു എലമെന്റായി. മാമാങ്കം ഫെയിം ഇതെന്നൊക്കെ പറയാൻ തുടങ്ങി. കാരണം മമ്മൂട്ടിയുടെ കൂടെ സിനിമയിൽ അഭിനയിച്ചു, മാമാങ്കത്തിൽ അഭിനയിച്ചു. ആ കളിയാക്കലുകളൊക്കെ ഒരു പക്ഷെ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു വേദന ഉണ്ടാകും. കാരണം നമ്മള് സിനിമ എന്ന് പറയുന്ന മേഖല ഇത്ര ആഗ്രഹിച്ച് നടന്നിട്ട് ഒന്നും ആവാൻ പറ്റാത്തതിൻ്റെ ഒക്കെ ഒരു വിഷമം ഒരു പക്ഷേ ഉണ്ടാവും. കാരണം 15 വർഷം നീണ്ട ആ ഒരു സ്ട്രഗിള് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പ്രത്യേകിച്ച് സിനിമാ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ ഈ തിരിച്ചറിയുന്ന ആൾക്കാരെന്ന് പറയുന്നത് 0.001% ആൾക്കാരെ ആയിരിക്കും മാധ്യമത്തിലെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. എത്രയോ പേര് ശ്രമിച്ചിട്ട് എത്രയോ പേര് അതിനുവേണ്ടി ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെതായ സമയം എടുക്കും. അതൊരു എന്താ പറയുക, അതിൻ്റെ ട്രാവൽ എന്ന് പറയുന്നത് അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷനൊക്കെ വെച്ച് അതിനോടൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സക്സസ് റേഷ്യോ അതുപോലെ നമ്മൾ അതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അങ്ങനെ വന്ന് ഒരു സിനിമ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഇത്രയും വർഷത്തെ സ്ട്രഗിളിന് ശേഷം നമ്മൾ സിനിമാക്കാരനായി. അപ്പം ചുറ്റുമുള്ളവർ, നമുക്ക് സുഹൃത്തുക്കൾ, സ്വാതന്ത്ര്യമുള്ളവരൊക്കെ ചാൻസ് ചോദിക്കുന്നുണ്ടാവും, ഉണ്ടാവില്ലേ? അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചിരുന്നു. അദ്ദേഹമാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അതായത് ചാൻസ് ചോദിച്ചിട്ട് ഇവന് കൊടുത്തിട്ടില്ല, എനിക്ക് ഇന്റർവ്യൂ എങ്കിലും ചെയ്ത് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടല്ലേ? അങ്ങനെയൊന്നുമല്ല. അല്ല, ഒരുപാട് സൗഹൃദങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് അറിഞ്ഞതിന് ശേഷം ചോദിക്കാറുണ്ട്. എന്നാൽ കഴിയുന്ന സഹായം അതുപോലെ സൗഹൃദങ്ങൾക്ക്. അല്ല, ഒരു തവണ നമ്മുടെ സംസാരത്തിനിടയിൽ ജിഷ്ണു പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ അംഗീകരിക്കുള്ളൂ എന്നുള്ള കാര്യം. സത്യമാണ്. കാരണം നമ്മളൊന്നും അല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ഉള്ളിൽ എത്ര കഴിവുകളുണ്ട് എന്തുണ്ടായാലും ആളുകൾക്ക് അറിയില്ല, ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇത്രയും വർഷത്തെ, കാരണം ആ ഒരു സ്ട്രഗിളിന് ശേഷം 27-ാം തീയതി സിനിമ റിലീസ് ചെയ്യാണ്, സിനിമാക്കാരനാവാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായിട്ട് ജിഷ്ണു ശ്രീകുമാറും എത്താൻ പോവാണ്. അപ്പോൾ ഈ ഒരു സിനിമ മോഹികളായിട്ടുള്ള ആളുകൾ എത്രയോ ആളുകൾ ഇപ്പോഴും സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അബ്ദുൽ കലാം പറഞ്ഞൊരു വളരെ പ്രശസ്തമായ വാചകമുണ്ട്, ഉറങ്ങുമ്പോൾ കാണുന്ന നല്ല സ്വപ്നം നിങ്ങളെ ഉറങ്ങാൻ വിടാതിരിക്കുന്നതാണ് നിങ്ങളുടെ സ്വപ്നം എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ശരിക്കും. അങ്ങനെയുള്ള ഒരു സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും, അങ്ങേയറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ അതിന് ഈ സമയം ചിലപ്പോൾ മേ ബി 1 വർഷത്തിൽ നടക്കുമായിരിക്കാം, 5 വർഷത്തിൽ നടക്കുമായിരിക്കാം. എൻ്റെ കേസിൽ അതിൻ്റെ സമയം എടുത്തു. അപ്പോൾ ടൈം സ്പാൻ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. സോ ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലൈഫിൽ നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. അപ്പോൾ അത്രയും തീവ്രമായ ആഗ്രഹം നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചിട്ടുള്ളത് അത് നേടിയെടുക്കുക തന്നെ ചെയ്യണം. ഈ ആഗ്രഹത്തിന് കൂടെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലിയെ പറ്റി തീരെ ചോദിച്ചില്ല. ഫാമിലി ഈ ആഗ്രഹത്തിന് ഉള്ള സപ്പോർട്ട് എങ്ങനെയാണ്? മറ്റു ഫാമിലി ഡീറ്റെയിൽ, വൈഫ് എന്ത് ചെയ്യുന്നു,
ഡീറ്റെയിലും കൂടെ ഒന്ന് പറയും. ഇതിന്റെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. പുള്ളിക്കാരത്തി എനിക്ക് ഇതേപോലെ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് കോളേജിലൊക്കെ പഠിച്ചതാണ്. അപ്പം ആ സമയം തൊട്ടേ അപ്പം സിനിമയും ഞാൻ അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നു എന്നുള്ളതൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം. എനിക്ക് നല്ല രീതിയിലുള്ളൊരു മോറൽ സപ്പോർട്ട് അന്നും ഇന്നും എനിക്കൊപ്പം നിന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ആ ഒരു ധൈര്യം തന്നത് പുള്ളിക്കാരത്തി തന്നെയാണ്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? IT-ലാണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണോ? തിരുവനന്തപുരത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരത്തിയുടെ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലമായിട്ടും അങ്ങനെ പെട്ടെന്നൊന്നും വീഴ്ന്നു പോകാത്ത. സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടേ ഭാര്യയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോൾ നാളെ പ്രശ്നമാകും. അതുകൊണ്ട് ഭാര്യ ഇന്റർവ്യൂ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു പറയിപ്പിച്ചല്ല ഞാൻ പ്രത്യേകിച്ച് പറയാം. പക്ഷെ ചോദിക്കണം എന്റെ അടുത്ത് പറഞ്ഞില്ല. ഭാര്യയെ പറ്റി ചോദിക്കണം. ഭാര്യ സപ്പോർട്ടാണ്, ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ്, ഫാമിലി സപ്പോർട്ട് പ്രധാനമായിട്ട് ഭാര്യയാണെന്ന് പറയണം. ഞാൻ പറയാം, അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. അപ്പം അതോടൊപ്പം നമുക്കൊരു മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയ ഒരു കാര്യമാണ്. അതുപോലെ അമ്മയുടെ സപ്പോർട്ട്. അമ്മ തുടക്കകാലം തൊട്ട് എനിക്ക് ബുക്സ് വായിക്കാനും ഏറ്റവും കൂടുതൽ ബുക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അമ്മയാണ്. അപ്പോൾ അത് ഇപ്പോഴും അമ്മ അതിൻ്റെതായ രീതിയിലുള്ള സപ്പോർട്ടുകളെല്ലാം തുടരുന്നു. അപ്പോൾ അമ്മയുണ്ട്. പിന്നെ ചേച്ചി, അളിയൻ ഇതുപോലെ സിനിമയായിട്ട് ഭയങ്കര താല്പര്യമുള്ളൊരു മനുഷ്യനാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. അഭിനയാണോ അളിയൻ താല്പര്യം? അല്ല, സിനിമയാണ്. എല്ലാ സിനിമകളും കാണും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൃത്യമായി, അദ്ദേഹത്തിന് സംഗീതമാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അതും അനലൈസ് ചെയ്ത് പറയും അങ്ങനെ. പിന്നെ അടുത്ത തലമുറയിലുള്ള എൻ്റെ മകനാണെങ്കിലും ചേച്ചിയുടെ മകള് പുണ്യാണെങ്കിലും പിന്നെ വൈഫിൻ്റെ ചേച്ചിയുടെ മക്കള് വിഷ്ണു കിഷു, അവർക്കൊക്കെ ആണെങ്കിലും സിനിമ എന്ന് പറയുന്നത് ഇപ്പം കുറച്ചും കൂടി അവർക്ക് അവരുടെ മുമ്പിലുള്ള ഒരാള് വഴി സിനിമയില് അവർക്കും അതൊരു അവരൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി അതിനെപ്പറ്റി അവര് അതിന് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവർ ബാക്കിയുള്ളവരുടെ മുന്നിൽ പറയുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം. തീർച്ചയായിട്ടും അതെ. കാരണം മുമ്പ് ഒരു പക്ഷേ ആ ഒരു റെക്കഗ്നീഷൻ കിട്ടാത്ത ഇടത്തും കിട്ടാത്ത കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ സ്വാഭാവികമായിട്ട് പലയിടത്തും നമുക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്. കാരണം മുമ്പ് ഒരു പക്ഷേ നമ്മൾ എന്താ പറയുക, മുമ്പ് സിനിമയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങിയ ഒരു കാലത്തിനെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ നവംബർ 27 റിലീസ് ആവാൻ പോകുന്നു സിനിമ. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അതിപ്പം ഓൾമോസ്റ്റ് കൂടുതൽ സഹപ്രവർത്തകരായാലും നമ്മുടെ ആ ഒരു സർക്കിളിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, ആ ഒരു റെക്കഗ്നീഷൻ, ഇപ്പോൾ കിട്ടുന്ന റെക്കഗ്നീഷൻ, ആ ഒരു ഡിഫറൻസ് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഞാൻ വളരെ ലോ പ്രൊഫൈലായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതിന് മുമ്പുള്ളത്, അതിന് ശേഷം സ്വാഭാവികമായിട്ട് കളങ്കാവലിന് മുമ്പും കളങ്കാവലിന് ശേഷവും എന്നുള്ള രീതിയിൽ വ്യക്തി ജീവിതത്തിൽ എനിക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ തന്നെ കണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അതിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ സിനിമയെ സ്നേഹിക്കുന്ന ഒരു പറ്റ ആൾക്കാരുടെ സ്നേഹം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രചോദനം പലർക്കും ഇതുപോലെ സംസാരിക്കുമ്പോഴൊക്കെ പ്രചോദനമാകുന്നതിനെ പറ്റിയിട്ടൊക്കെ സിനിമയിലേക്ക് കടന്നു വരാനുള്ള ആഗ്രഹിക്കുന്നവരും സ്വപ്നം കാണുന്നവർക്കും, കാരണം അങ്ങനെ ഒരു മേഖലയാണല്ലോ സിനിമ എന്ന് പറയുന്നത്, പലരുടെയും സ്വപ്നമാണല്ലോ. ഇനിയിപ്പം എന്താ പറയുക, 27 കളങ്കാവൽ റിലീസ് ചെയ്യാൻ പോവാണ്. കളങ്കാവലിന് എന്താ പറയുക, ഒരു മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് തകർത്തുകൊണ്ട് അത്രയും വലിയൊരു വമ്പൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇനി മുന്നോട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ ഇനി വരാനുള്ള പ്രൊജക്റ്റുകളെല്ലാം, ചെയ്യുന്ന പ്രൊജക്റ്റുകളെല്ലാം വമ്പൻ ഹിറ്റുകളാവട്ടെ. ഉടനെ തന്നെ ഇനി ഒരു എന്താ പറയുക, സംവിധാന രംഗത്തേക്ക് വരട്ടെ. മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ. കൂടെ നടന്ന ആളുകളെയും കൂടുന്ന ആളുകളെല്ലാം കൈപിടിച്ച് വരുത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും വളരെ 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 സന്തോഷം. കാരണം ഞാൻ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കാം. കാരണം ഞാൻ ജിഷ്ണുവിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് അത് തന്നെയായിരുന്നു. നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുൻപേ പ്ലാൻ ചെയ്ത ഷൂട്ട് തുടങ്ങിയ ആ ഒരു സമയത്ത് പല കാര്യങ്ങളും ഡിലേ ചെയ്ത് പോയി. പക്ഷെ എന്നിട്ടും കാരണം സ്വാഭാവികമായിട്ടും ജിഷ്ണുവിന് വേണമായിരുന്നുണ്ടെങ്കിൽ നമുക്കിത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാം. പക്ഷെ അതൊന്നും ചെയ്യാതെ സ്വാഭാവികമായിട്ട്, കാരണം ഞാൻ അത് പറഞ്ഞു, ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട് ജിഷ്ണുവിന് ഒരു പക്ഷേ യാതൊരു ഉപയോഗം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീച്ചും കാര്യങ്ങളൊക്കെ, അത്രയും റീച്ച് കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എങ്കിലും അതിനൊക്കെ ഭയങ്കര സന്തോഷം. റീച്ചിനേക്കാൾ ഉപരിയല്ലേ സൗഹൃദം എന്ന് പറയുന്നതും അതിൽ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു ജിഷ്ണു പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും കാരണം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയണു, എനിക്കതിൽ വളരെയധികം സന്തോഷം. ആ
ഒരു സമയം കണ്ടെത്തിയതിനും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതും കാര്യങ്ങൾക്കൊക്കെ ഒന്നും സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിലാഭത്തിനും വേണ്ടിയിട്ടല്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും സമയം ചെലവഴിച്ച വളരെ സന്തോഷം. അപ്പോൾ ജിഷ്ണു എന്തായാലും ഈ ഇൻ്റർവ്യൂ നമുക്ക് കാണട്ടെ, എന്നിട്ട് നിങ്ങളുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ഇൻ്റർവ്യൂവിന് ആ പയ്യനെ അവനെ വിളിച്ചോന്ന് ജിഷ്ണുവിനോട് പറയട്ടെ, അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്ന് എല്ലാം പൊന്നാവട്ടെ എന്ന് ഭയങ്കര ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.